ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾ അംഗീകാരം നൽകണമെന്ന് KECBിൻ്റെ ആവശ്യം നിരസിച്ചുകൊണ്ട് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ 10/5/2003 പുറപ്പെടുവിച്ചു. അംഗീകാരം മേടിക്കാൻ പോയപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ദീർഘകാലാർ വെച്ചിട്ട് അംഗീകാരം മേടിക്കാൻ പോയപ്പോൾ അത് നിരസിച്ചുകൊണ്ട് 10/5/2003 ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രസ്തുത ഉത്തരവിനെതിരെ അപ്പലേറ്റ് ട്രൈബ്യൂണൽ മുമ്പാകെ KSBL അപ്പീൽ നൽകി. പ്രസ്തുത കരാറിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് 31/12/2023 വരെ തുടരുന്നതിന് KSBL റെഗുലേറ്ററി കമ്മീഷൻ അനുമതി കുറച്ച് നീട്ടി തന്നു, തുടരാൻ നൽകുകയുണ്ടായി. എങ്കിലും നൽകി, റിക്വസ്റ്റ് പ്രകാരം നൽകി. പക്ഷേ എങ്കിൽ കമ്പനികൾ കരാർ പ്രകാരമുള്ള വൈദ്യുതി നൽകുന്നത് 2021/8/2023 നിർത്തിവെച്ചു. ഇതിനിടയിൽ പൊതുജന താൽപ്പര്യം അർത്ഥം 2003 വൈദ്യുതി നിയമത്തിലെ ചട്ടം 108 പ്രകാരമുള്ള അധികാരം വിനിയോഗിച്ചുകൊണ്ട് കമ്മീഷൻ്റെ 10/5/2020 ഉത്തരവ് പുനഃപരിശോധിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. ഇപ്പോഴേ സർക്കാരിന് ഇടപെടാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ KSBL ട്രൈബ്യൂണലിന് മുമ്പാകെ നൽകിയ അപ്പീൽ പിൻവലിച്ചു. തുടർന്ന് അനുമതി നിരസിച്ചുകൊണ്ട് കരാറുകൾക്ക് അംഗീകാരം നൽകി കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. കമ്മീഷൻ തന്നെ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു, അംഗീകാരം നൽകിയിട്ട്. പ്രസ്തുത ഉത്തരവിനെ എതിരെ കരാർ കമ്പനികൾ ട്രൈബ്യൂണലിനെ സമീപിച്ചു. ഈ കമ്പനികൾ അനുകൂല വിധി നേടുകയും ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ KSBL ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചു. ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ 25/5/2023 ഉത്തരവിനെതിരെ ആപ്റ്റൽ മുമ്പാകെ ഫയൽ ചെയ്യുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. അപ്പീൽ പുനഃപരിശോധിക്കാനുള്ള അനുമതി നൽകി 30/9/2024 സുപ്രീം കോടതി പെറ്റീഷൻ തീർപ്പാക്കി. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സുപ്രീം കോടതി പോയി. അപ്പോൾ ഇവർക്ക് തന്നെ ആപ്റ്റലിന് തന്നെ വിചാരണ ചെയ്യാനുള്ള അനുമതി സുപ്രീം കോടതി കൊടുത്തു. അതിനനുസരിച്ചുള്ള വിചാരണ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് വസ്തുത. ഇതിലെ പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഇപ്പം രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും എല്ലാം പറയുന്നത് ദീർഘകാല കരാർ റദ്ദാക്കിയതാണ് അതുതന്നെയാണ് കാരണം എന്ന് പറയുന്നത്. ഇത് സംസ്ഥാന സർക്കാരിന് താല്പര്യം കൊണ്ടുകൂടിയാണ് ഇത് റദ്ദാക്കപ്പെട്ടതെന്നുള്ളതാണ് ആരോപണം. ഇല്ല, സംസ്ഥാന സർക്കാരാണ് അതിന് അപ്പീൽ കൊടുത്തിരിക്കുന്നത്. സുപ്രീം കോടതി വരെ പോയതും സംസ്ഥാന ഗവൺമെൻറ്റാണ്. നമ്മൾ 108 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപ്രകാരം 108 പ്രകാരമുള്ള അധികാരം വിനിയോഗിച്ചുകൊണ്ട് കമ്മീഷൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. അത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. റെഗുലേറ്ററി കമ്മീഷനാണ് റദ്ദാക്കിയത്. അതിനെതിരായി 108 പ്രകാരം നമ്മൾ നടപടിയെടുത്തു. അത് പാടില്ല പറഞ്ഞിട്ട് അത് അംഗീകരിച്ചു. പക്ഷേ അംഗീകരിച്ചപ്പോൾ കമ്പനിക്കാർ തരില്ല എന്നുള്ള അതിനെതിരായി നമ്മൾ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ പോയി. അവസാനം തള്ളിയപ്പോൾ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പറഞ്ഞു ഇവർക്ക് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ വിചാരണ ചെയ്ത് തീരുമാനിക്കാൻ വേണ്ടി വെച്ചു. അതാണ് അവർ കമ്പനിക്കാർ ഒരു കമ്പനി തന്നു, മറ്റൊരു കമ്പനി തരില്ല എന്ന് പറഞ്ഞു. ഇത് ഷോർട്ട് ടേം അല്ലേ, ദീർഘകാലമായിരുന്നു. ഇപ്പോൾ ഈ അഡാൻ്റെ എന്ന് പറയുന്നത് 2 കമ്പനികളിൽ ഷോർട്ട് ടേമിന് മാത്രമേ ഉള്ളൂ അല്ലേ കേട്ടോ. ബാക്കി അത് ലിസ്റ്റ് തരാം നിങ്ങൾക്ക്. അതാണ് അത് ദീർഘകാല കരാറല്ല. അദാനിയാണ് ഇപ്പോൾ സർക്കാരിന് ഇപ്പോൾ വൈദ്യുതി നൽകുന്നത്. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇല്ല, അതല്ല, ഇത് ടെൻഡർ വെച്ചിട്ടല്ലേ ചെയ്യണം. ബോർഡ് ടെൻഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സർക്കാരൊന്നും ഇതിൽ ഇടപെടുന്നേ ഇല്ല. അത് ഷോർട്ട് ടേം ടെൻഡർ. എത്ര ആളറിയോ? എത്ര ആളുണ്ട്? 10-40 പേരുണ്ട് ഷോർട്ട് ടേമിലല്ല. അതിൽ 2 മാത്രമേ അദാനിയുള്ളൂ. 40ഓളം കമ്പനികളുണ്ടാവും. നോക്കട്ടെ, അത് എണ്ണണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഇതെണ്ണ കണ്ണ് 2 ഷോർട്ട് ടേം കരാറ്. മറ്റ് 40 എണ്ണത്തിൽ 2 എണ്ണേ ഉള്ളൂ. ചെറിയൊരു പീരീഡിൽ മാത്രമേ ഉള്ളൂ. അത് കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗമായിട്ടാണ്
ഇല്ല, അത് എന്നാൽ പിന്നെ ഗവൺമെൻറ് അപ്പീലിൽ പോകണോ? സുപ്രീം കോടതി വരെ പോയില്ലേ ഈ കരാർ റദ്ദ് ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ട്? അത് ഞാൻ ഡേറ്റ് അടക്കം പറഞ്ഞല്ലോ. സുപ്രീം കോടതി റദ്ദ് ചെയ്തപ്പോൾ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി ഏപ്രിലിനെ കൊണ്ടത് വിചാരണ ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെന്താ? ഇത് പൂർണ്ണമായിട്ടും വലിയ വർധനമാണെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 16 പൈസ ഈ ഡിസംബർ മുതൽ അടുത്ത മാർച്ച് വരെ, പിന്നെ വീണ്ടും 12 പൈസ കൂടുന്നു. അതായത് 28 പൈസയുടെ വർധനവ് ഫലത്തിൽ ഒരു 3 മാസം കഴിഞ്ഞ് ഉപഭോക്താക്കൾക്ക് ഉണ്ടാവുകയാണ്. ഈ 2025 12 പൈസയും തുടർന്ന് 2024 2024-25 16 പൈസയും 2025-26 12 പൈസയുമാണ്. 2026 വർധനവില്ല. എന്നാൽ കർണാടകത്തിൽ കേട്ടോ, കർണാടകത്തിൽ എത്രയാണ് വർദ്ധിച്ചത്? വൈദ്യുതി നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ പ്രതികരണവുമായാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ഇക്കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. സർക്കാരല്ല KSEBയിൽ ഈ വൈദ്യുതി നിരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് എന്നാണ് കെ കൃഷ്ണൻകുട്ടി വിശദീകരിക്കുന്നത്.